ആട് പാടത്ത് കയറിയതിന്റെ പേരിൽ പെൺകുട്ടിക്ക് ക്രൂരമർദ്ദനം. മലപ്പുറം നിലമ്പൂർ മമ്പാടാണ് 13-കാരിയെ ആക്രമിച്ചത്. പെൺകുട്ടിയുടെ കഴുത്ത് ഞെരിക്കുകയും ആടിന്റെ അകിട് അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. ചാത്തോലി അബ്ദുൽ ഗഫൂറിനെതിരെയാണ് പരാതി. കഴിഞ്ഞ 2-ാം തീയതിയായിരുന്നു സംഭവം. ഞാൻ വിട്ട് നേരത്തെ ഞങ്ങൾ തൊടുന്ന് അപ്പുറത്ത് ആട് തലയിട്ടിറങ്ങാണ്ട് അയാളെന്നുകാണ്ട് ആടുകളെ ആട്ടിക്കയറ്റി. അപ്പം ഞാൻ 5 മണിക്ക് വിട്ടിട്ട് 5:15 ആട്ടിക്കയറ്റിയപ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെ ആടിനെ ആട്ടി ഇറക്കി. അതിൽ ഒരു ആടിനെ അയാൾ അടിച്ചു. അപ്പോൾ അത് നേരെ പോയി ഇങ്ങോട്ട് കമ്പിയിൽ വീണതിൽ 2 മുലയും കീറുകയും ചെയ്തു. പിന്നെ വേറൊരു ആടിനെ അടിച്ചില്ല, അതിൻ്റെ കാല് പൊട്ടുകയും ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞു അതിനെ അടിക്കാൻ നിൽക്കണ്ട, അതിന് ചേനുണ്ട് പറഞ്ഞു. അപ്പം അയാൾ പറഞ്ഞു ഇജ അതിനെ ആരാ, ഞാൻ എന്നെ ഇവിടെ ആജ്ഞയായിട്ട് വായിക്കാനേക്കൂല പറഞ്ഞങ്ങാണ്ട് അയാളിനെ കൗത്ത് പിടിച്ചാണ്ട് 2 മിനിറ്റോളം നിർത്തി. എന്നിട്ട് ഞാൻ ശ്വാസം കിട്ടാതെ പെടഞ്ഞപ്പം അയാൾ എന്നെ നിലത്തേക്ക് ഇടും. ഞാൻ വിചാരിച്ചു ആ പാടത്ത് ഞാൻ വീണു, പക്ഷേ ഞാൻ അവിടെ തന്നെ. പിന്നെ ഞാൻ 2 മിനിറ്റ് ഒന്നും എഴുന്നേറ്റിട്ടില്ല. പിന്നെ ആടുകൾ കയറിപ്പോയി. അനിയത്തിയെ പിന്നെ എന്നെ വന്നങ്ങാണ്ട് എഴുന്നേപ്പിറ്റത്. ഓള് നോലൊളിച്ചങ്ങാണ്ട് വീട്ടിൽ വന്നു. പക്ഷേ ഞാൻ ബാക്കിൽ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് എത്തിയൊരു ശ്വാസം കിട്ടണില്ല, ഛർദ്ദിച്ച്. അയാളുടെ ഭാര്യ പറഞ്ഞു എനിക്ക് 2 കൂടി കിട്ടണമായിരുന്നു, എനിക്ക് നേരത്തെ കിട്ടേണ്ടതായിരുന്നു എന്നൊക്കെ അയാളുടെ ഭാര്യ പറഞ്ഞു. ഇല്ല, ഒരിക്കലും കരുതിയിട്ടില്ല. എൻ്റെ കുട്ടിക്ക് നീതി കിട്ടിയിട്ടില്ല. കാരണം എൻ്റെ കുട്ടീനെ ഞാൻ അന്ന് അങ്ങനെ എൻ്റെ കുട്ടീനെ കൊണ്ട് സ്റ്റേഷനിലേക്ക് ചെന്നപ്പം അവർ മൊഴിയെടുത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു പോലീസ്, ഞാൻ ചെന്ന പരാതി പറഞ്ഞപ്പോൾ തന്നെ എന്നോട് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമ്മൾ ആ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ ഏതൊരു ഉമ്മയാണെങ്കിലും നമ്മൾ സ്വാഭാവികമായിട്ട് കരഞ്ഞു പോകും. ഞാൻ ചെന്ന് കരഞ്ഞു പറഞ്ഞപ്പം അവിടെയുള്ള ഒരു പോലീസുകാരനോട് ആദ്യം ചോദിച്ചത് ഇതാണ്, നിങ്ങൾ ആദ്യം പുറത്തു പോയി കരഞ്ഞ് തീർത്തിട്ട് വന്നിട്ട് പരാതി പറഞ്ഞാൽ മതിയായിരുന്നു. CI അബ്ദുൽ മജീദ് എന്ന് പറഞ്ഞൊരു പോലീസുകാരൻ ഞങ്ങളെ പല ആൾക്കാരെ കൊണ്ട് വിളിച്ചിട്ട് ഈ കേസിൽ നിന്ന് പിന്മാറണം പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നത് അങ്ങനെ പലരെ കൊണ്ടും വിളിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടിക്ക് എൻ്റെ കുട്ടിന്നല്ല, ഒരു പെൺകുട്ടിക്കും അയാൾ പറഞ്ഞത് നീ ഒരു പെണ്ണാണ്, നിമിഷ നേരം മതി നിന്റെ ഇത് പോകാനെന്ന്. ഒരു പെൺകുട്ടിന്റെ ചാരിത്രത്തെ വരെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരാൾ വർത്താനം പറയാന്ന് പറയാൻ എനിക്ക് മാത്രമല്ല പെൺകുട്ടികൾ, ഒരുപാട് പെൺകുട്ടികളുണ്ട്, അവർക്കിനി ജീവിക്കണ്ടേ. ഞങ്ങൾക്ക് ഒരിക്കലും ഇതുവരെ നീതി കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പരാതിയിൽ ദുർബല വകുപ്പുകൾ ചുമത്തി പോലീസ് പ്രതിയെ സംരക്ഷിക്കുന്നുവെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ ഗഫൂർ നിഷേധിച്ചു. തികച്ചും അസംഭവിതമായ സംഭവത്താണ്. കാരണം അന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ ആടുകൾ ഒന്നായിട്ട് കൃഷിയിടത്തിൽ വന്ന് നെല്ല് ഒന്നായിട്ട് തിന്നു. അപ്പൊ നമ്മൾ ആട്ടി ഓടിച്ചു, കൃഷിയിടത്തിൽ നിന്ന് ആടുകളെ ആട്ടി ഓടിച്ചു. അതിൽ ആട്ടി ഓടിച്ച സമയത്ത് ഈ കുട്ടി നമ്മളെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു ഇതിന്റെ ആടുകളെ ആട്ടാൻ പാടില്ല, കുളിക്കാൻ പാടില്ല. ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആടിനെ ഒരു വടി കൊണ്ട് അടിച്ചിട്ടുണ്ട്, ചെറിയൊരു അടി അടിച്ചിട്ടുണ്ട്. ആ ചെറിയ വടി വാണെങ്കിൽ ഇവിടെ 2 വാങ്ങി, ചെറിയൊരു വടി ഇതിൽ പോലത്തെ ഒരു വടി കൊണ്ടാണ് ഞാൻ ഒരാടിനെ അടിച്ചത്. അല്ല ആടിനെ അവിട് പൊട്ടിക്കുക അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. കുട്ടീനെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്, കുട്ടി കല്ല് അറിഞ്ഞിട്ട് ബാക്കിൽ വീണിട്ടുണ്ട്. അതല്ലാതെ ഞാൻ കുട്ടി നിൽക്കെ നയിക്കൊന്നും ചെയ്തിട്ടില്ല. ആ വീണ സമയത്ത് കുട്ടി കാലറി ശബ്ദം ഉണ്ടാക്കി കരഞ്ഞു. എന്നിട്ട് പിന്നെ അവിടെ നീച്ചു പോകും. ഞാൻ അവിടുന്ന് പോകുന്ന സമയത്ത് കുട്ടി കൂടായിട്ട് നീച്ച് പോയിട്ടുണ്ടാവും. അതാണ് CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഗുരുതര വിഷയമാണ്. പരാതിപ്പെട്ടു, അന്വേഷിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള കേസുകളില്ല എന്ന് ആരാണോ ഇതിൽ പ്രതിസ്ഥാനത്തുള്ളത് അയാൾ പറയുന്നുണ്ടെങ്കിലും പോലീസിന്റെ സംരക്ഷണം അയാൾക്കുണ്ടെന്ന് പൂർണ്ണമായും ബോധ്യമായ രീതിയിലാണ് ഈ പരാതിക്കാരുടെ സംസാരം നമ്മൾ കേട്ടത്. എന്താണ് അന്ന് സംഭവിച്ചതെന്നാണ് പരാതിക്കാർ പറയുന്നത്. പോലീസ് എന്തുകൊണ്ട് ദുർബലമായ വകുപ്പുകൾ ചുമത്തി മറ്റ് നടപടികളിലേക്ക് കടന്നില്ല? ധന്യ, ഈ മാസം 1-ാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 1-ാം തീയതി വൈകുന്നേരമാണ് അബ്ദുൽ ഗഫൂറിന്റെ പാടത്തേക്ക് ഈ പരാതിപ്പെട്ട പെൺകുട്ടിയുടെ നോക്കുന്ന, അതായത് മുസ്തഫയുടെയും സക്കീനയുടെയും മക്കളായ ഈ പെൺകുട്ടിയുടെ ആടുകൾ പാടത്തേക്ക് പോവുകയും നെല്ല് കടിക്കുകയും ചെയ്തു. തുടർന്ന് ഈ പരാതിയിൽ പറയുന്ന പ്രതി എന്ന് പറയുന്ന ഗഫൂർ അവിടെ എത്തുകയും ഈ 2 ആടുകളെ വളരെ ക്രൂരമായി തല്ലുകയും ഒരു ആടിന്റെ അടിയിൽ മുറിയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആ മുറിവ് ഉണങ്ങിയിട്ടില്ല, 2 ആഴ്ചയായിട്ട് ആ മുറിവ് ഉണങ്ങിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ കഴുത്തിന് പിടിച്ചുയർത്തി നിലത്തേക്കിട്ടു എന്നാണ് പരാതിക്കാരി പറയുന്നത്. അത്തരത്തിൽ ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്തിട്ടും നിലമ്പൂർ പോലീസ് ഈ പ്രതിക്ക്
ദുർബലമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നതെന്നാണ് പരാതി. IPC 341, 323, 506 വകുപ്പുകൾ, അതായതൊക്കെ വളരെ വേഗത്തിൽ ജാമ്യം കിട്ടാൻ സാധ്യതയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം തന്നെ ഈ പ്രതിക്ക് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയും ചെയ്തു. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ കുടുംബത്തെ ഇവർ സമ്മർദ്ദത്തിലാക്കുന്നു എന്നൊരു പരാതിയും ഒരു ആക്ഷേപവും ഈ പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. കേസ് പിൻവലിക്കാൻ പലതരത്തിൽ ഇവർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഈ പരാതി പിൻവലിച്ചില്ലെങ്കിൽ നിലവിൽ ഇവർ ഈ ക്ഷീരകർഷകരാണ്, ആടും പശുവൊക്കെ നോക്കി വളർത്തുന്ന ജൈവ കർഷകരാണ് ഈ കുട്ടിയുടെ അച്ഛനായ മുസ്തഫ. ഇവർക്കെതിരെ ഇവരുടെ കൃഷി, ഈ ജൈവ കൃഷി, അതായത് ഈ പശുവിനെയും ആടിനെയും നോക്കിയിട്ടുള്ള ഈ കൃഷി രീതികളൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന തരത്തിൽ പരാതി പോകും, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും, ഉപജീവനമാർഗം മുടക്കും എന്നൊക്കെ ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്നും ഈ പെൺകുട്ടിയുടെ കുടുംബം ഇന്ന് നമ്മളോട് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഈ വലിയ ഒരു ആക്ഷേപം, ഗുരുതരമായ ആക്ഷേപങ്ങൾ തന്നെയാണ് പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. അവരുടെ വേർഷൻ വളരെ ഗുരുതരമെന്ന് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോലീസിനെ സമീപിച്ചപ്പോൾ അത്തരത്തിൽ മുഴുവൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല എന്ന തരത്തിലൊരു നിലപാടാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ നിലമ്പൂർ പോലീസ് ഈ കേസ് ഗുരുതരമായി എടുക്കുന്നില്ല എന്ന് കണ്ട് SP-ക്കും അതുപോലെ ശിശുക്ഷേമ സമിതിക്കും ഇവർ പരാതിപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്നും ഇതുവരേക്കും ഒരു അറിയിപ്പോ മറ്റു കാര്യങ്ങളോ ലഭിച്ചിട്ടില്ല എന്നും ഈ പെൺകുട്ടിയുടെ കുടുംബം പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കുട്ടിക്ക് ഇപ്പോഴും സ്കൂളിലേക്ക് പോകാനായിട്ടില്ല എന്നാണ് കുട്ടി പറയുന്നത്. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഇയാളുടെ പ്രവൃത്തി വളരെയധികം പേടിയുണ്ടാക്കുന്നുണ്ട്, ഭയം തോന്നുന്നുണ്ട്. അത്തരത്തിൽ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നും ഈ കുടുംബം പറയുന്നുണ്ട്. എന്നാൽ ഈ നടന്ന കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്ന ഒരു നിലപാടാണ് ഗഫൂറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ക്യാമറയ്ക്ക് മുമ്പിലൊന്നും പ്രതികരിക്കാൻ തയ്യാറില്ലെന്ന് ഗഫൂർ പറഞ്ഞു. വേണമെങ്കിൽ അവിടെയുള്ള പ്രദേശവാസികൾ എല്ലാം കൂട്ടി വരികയാണെങ്കിൽ പ്രതികരിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ അത്തരത്തിൽ ഒരു പ്രദേശവാസികളുടെ മുഴുവൻ പ്രതികരണം ഈ ഒരു വിഷയത്തിൽ ആവശ്യമുള്ളതായി തോന്നാത്തതുകൊണ്ട് അയാളുടെ പ്രതികരണം നമ്മൾ ഫോണിൽ തേടുകയായിരുന്നു. ആടിനെ അടിച്ചോടിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതും ഈ പറയുന്ന രീതിയിൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ പെൺകുട്ടിക്ക് താൻ തൊട്ടിട്ടില്ല, കഴുത്തിന് പിടിച്ചിട്ടില്ല, പേടിപ്പിച്ചപ്പോൾ ഉറക്കെ സംസാരിച്ചു. അപ്പോൾ ആ കുട്ടി കല്ലിൽ തട്ടിത്തടഞ്ഞ് പിറകിലേക്ക് വീണു എന്നാണ് ഗഫൂർ പറയുന്നത്. എന്താണെങ്കിലും ഗഫൂറിന്റെ വേർഷൻ, ഗഫൂറിന്റെ ഭാഗം അങ്ങനെയാണ് പറയുന്നത്. ഇതിനനുസരിച്ചാണ് പോലീസ് കേസിൽ നടപടിയെടുത്തിരിക്കുന്നത് എന്ന് വേണം. ഇതുവരെയുള്ള കാര്യങ്ങളുടെ 13 വയസ്സുകാരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. ഈ പരാതി അന്വേഷിക്കുക പോലും ചെയ്യാതെ എങ്ങനെയാണ് പോലീസ് ഇതിൽ കാര്യമില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്? അതിലാണ് ആ പെൺകുട്ടിയുടെ അമ്മയുടെ ഒരു പ്രതികരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. പോലീസുകാരുടെ സമ്മർദ്ദം ഈ കേസ് പിൻവലിക്കുന്നതിന് ഉണ്ടാകുന്നുണ്ട്. ചില പോലീസുകാർ ഈ കേസിന്റെ ഗൌരവം കുറച്ചു കാണിക്കുന്ന തരത്തിൽ നടപടിയെടുക്കുന്നുണ്ട്. ഈ പ്രതിയായിട്ടുള്ള ആളുടെ പരിചയക്കാരനും അടുത്ത ബന്ധത്തിലുള്ള ഒരാൾ പോലീസിലുണ്ട്. അയാൾ വഴിയാണ് ഈ കേസിന്റെ ഗുരുതരാവസ്ഥ അല്ലെങ്കിൽ കേസിൽ നിസ്സാര വകുപ്പുകൾ ചുമത്തി ഇയാൾക്ക് ജാമ്യം ലഭിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്നൊരു ആക്ഷേപമാണ് പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഈ പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിച്ച പരാതി ഇതുവരെയും പോലീസ് SP തലത്തിൽ കൊടുത്ത പരാതി പോലും ഇതുവരെയും ഗൌരവത്തിലെടുത്തതായിട്ട് തോന്നുന്നില്ല. കാരണം പരാതികൾ ഏകപക്ഷീയമാണെന്ന ഒരു മുൻവിധിയോടെ പോലീസ് ഇക്കാര്യത്തിൽ സമീപനമെടുത്തിരിക്കുന്നുവെന്ന് ഈ 1-ാം തീയതി നടന്ന കാര്യത്തിൽ ഇത്രയും ദിവസത്തിന് ശേഷവും നടപടിയാവുന്നില്ല എന്ന് പറയേണ്ടി വരുമ്പോൾ പോലീസ് ഈ കേസ് ഗൌരവത്തിലെടുത്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്താണെങ്കിലും ഇക്കാര്യം SP-യുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അന്വേഷിച്ച് ഇതിൽ മറുപടി പറയാം എന്നാണ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഈ പ്രഥമ ദൃഷ്ട്യാ ഈ പെൺകുട്ടിയുടെ കുടുംബം പറയുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ ഒരു വീഴ്ച തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇതിപ്പോ എത്ര ദിവസമായി സംഭവിച്ചിട്ട്? പരാതി നൽകിയിട്ട് എത്ര ദിവസമായി? ചൈൽഡ് ലൈൻ ഒന്നും വിഷയത്തിൽ ഇടപെട്ടില്ലേ? 1-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. 2-ാം തീയതി ഇത് സംബന്ധിച്ച് കേസെടുത്തു. കേസിന്റെ നടപടികളൊക്കെ തന്നെ 2-ാം തീയതി 3-ാം തീയതിയായിട്ട് പൂർത്തിയായി. പക്ഷേ അതിനുശേഷമാണ് ഇയാൾക്ക് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഈ കേസ് പിൻവലിക്കാനുള്ള സമ്മർദ്ദം കുടുംബത്തിന് മേൽ വരികയും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്തത്. തുടർന്നാണ് ഇവർ SP-ക്കും ചൈൽഡ് ലൈനിനും മറ്റും പരാതി നൽകിയത്. ചൈൽഡ് ലൈൻ ഇത് സംബന്ധിച്ച് നൽകിയ വിശദീകരണം ഇപ്രകാരമാണ്: ഒരു സംഭവം നടന്ന്, ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ അതിക്രമം നടന്ന് പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ അത്തരത്തിൽ നടപടിയെടുക്കാൻ ശുപാർശ ചെയ്യാൻ ചൈൽഡ് ലൈനിന് സാധിക്കും. പക്ഷേ ഇവിടെ പോലീസ് നടപടി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും അയാൾക്ക് ജാമ്യത്തിൽ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലീസ് കേസെടുത്തു. പക്ഷേ ഗുരുതരമല്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതിന് എന്ത് ചെയ്യണമെന്ന് ചൈൽഡ് ലൈനിനെ സംബന്ധിച്ച് പരിമിതികളുണ്ട്. കേസെടുത്തില്ലെങ്കിൽ, നടപടിയെടുത്തില്ലെങ്കിൽ അതിന് ശുപാർശ ചെയ്യാൻ മാത്രമേ ചൈൽഡ് ലൈന് സാധിക്കുള്ളൂ. ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തുനിന്നും ഈ ഒരു വിഷയത്തിൽ ഈ കുടുംബം കൊടുത്ത പരാതിയിൽ വേണ്ട രീതിയിലുള്ള ഒരു പ്രതികരണം ഇതുവരെയും ലഭിച്ചിട്ടില്ല. നിയമപരമായിട്ട് ഇനി എങ്ങനെ നേരിടാനാണ്? നിലവിലെ
ഭീഷണികൾ, പരാതി പിൻവലിക്കണം എന്നുള്ള ആവശ്യങ്ങൾ, സ്കൂളിൽ പോകാൻ പറ്റാത്ത സാഹചര്യം പെൺകുട്ടിക്കുണ്ട്. ഇനി നിയമപരമായി എങ്ങനെ മുന്നോട്ട് പോകാനാണ് പെൺകുട്ടിയും കുടുംബവും തീരുമാനിച്ചിരിക്കുന്നത്? എസ് പിക്കും അതുപോലെ ശിക്ഷാ സമിതിക്ക് നൽകിയ പരാതിയിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവർ ഇപ്പോഴും ഉള്ളത്. കാരണം ശനിയാഴ്ചയാണ് എസ് പിക്കും മറ്റുള്ളവർക്കും പരാതി നൽകിയത്. ഇപ്പോൾ 4 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഏറെ വൈകാതെ ഈ ദിവസങ്ങളിൽ തന്നെ അവരുടെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാട്, ഒരു വിശദമായ അന്വേഷണം, നടന്ന കാര്യങ്ങളിൽ ഇവർ പറയുന്ന ഭാഗങ്ങൾ കൂടി മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം ഉള്ളത്. അത്തരത്തിൽ ഉണ്ടായില്ലെങ്കിൽ നിയമപരമായിട്ട് തന്നെ ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ആലോചനയിലാണ് ഈ കുടുംബമുള്ളത്. ഒരു തരത്തിലും സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടാതെ ഈ ഒരു കേസുമായി മുന്നോട്ട് പോകും എന്നുള്ള നിലപാടിൽ തന്നെയാണ് കുടുംബം ഇപ്പോഴുള്ളത്. ശരി, നന്ദി അനുമോദ്.